നിനക്കറിയോ അവളെ? വലിയ പരിചയമൊന്നുമില്ല. എല്ലാ കോളേജിലെ നേതാക്കന്മാരെ സഖാക്കൾക്കുള്ള സമ്മേളനത്തിൽ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. സെന്റ് മേരീസിലെ സഖാവാ. ഭയങ്കര ധൈര്യമാ. എല്ലാ കാര്യത്തിലും നന്നായി സംസാരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ സെന്റ് മേരീസിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുമുണ്ട്. ഓ, വെറുതെ അല്ല ഫാദറിന് പുതിയ സഖാക്കളെ കുറിച്ച് പറയുമ്പോൾ 100 നാവ് ആയിരിക്കും. 3 പറഞ്ഞേ? അപ്പൊ ബാക്കി 2 അവിടെ നേരത്തെ വന്ന് കാണുവാടാ. കാണാൻ സഖാവിന്റെ ലുക്കൊന്നും വല്ലാഞ്ഞിട്ടും വന്നത് സഖാവല്ലേ. അപ്പൊ ബാക്കി 2 പേരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. യു ആർ കറക്റ്റ്. അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നീ പണി കൊടുക്കാനുള്ളത് കൊടുത്തോ? ഇല്ല. അതെന്നാ തേങ്ങയാ? തൽക്കാലം വാണിങ് മതി എന്ന് തോന്നി. ഒരടിയെങ്കിലും കൊടുത്തോ? അതെങ്കിലും കൊടുക്കാതെ ഞാൻ ഇങ്ങ് വരുവോ? അതാണ് നിന്റെ ഒരടിയിൽ ഒരു പരലോകം കണ്ടു കാണും. അപ്പൊ ഇതാണ് സെന്റ് മേരീസിലെ ത്രിമൂർത്തികൾ. എടാ അദ്വി, ആശു, നമ്മളെ ഫാദർ വിളിക്കുന്നുണ്ട് ഓഫീസിലോട്ട്. നീ വന്നത് അറിഞ്ഞോണ്ടായിരിക്കും. എങ്കിൽ വാ പോകാം. നിന്റെ ഏട്ടൻ നീ എത്തുമ്പോ ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് 3നോട്. എന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നേ? വാ പോകാം. എന്താ അച്ഛോ വിളിപ്പിച്ചേ? 1 മിനിറ്റ്, അവര് കൂടെ വരട്ടെ. ആര്? മേ ഗെറ്റ് ഇൻ സർ? യെസ്, ദേ ഇവര്. എന്തിനാ ഫാദർ വിളിപ്പിച്ചേ? നിങ്ങൾ 3 പെൺകുട്ടികൾ ഇന്ന് തന്നെ SFIയിൽ ജോയിൻ ചെയ്യണം. ഓക്കെ ഫാദർ. പിന്നെ നിങ്ങൾ 3 ആൺകുട്ടികൾ ഈ കോളേജിലെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. പറഞ്ഞു കൊടുക്കാം. പിന്നെ അദ്വികിനെ പോലെ തന്നെ നിയന്ത്രണാവകാശം ആരാധിക്കും ഇനി മുതൽ ഇവിടെ ഉണ്ടാകും. അതെങ്ങനെയാ അച്ചോ നടക്കുക? ഇതുവരെ അദ്വി അല്ലായിരുന്നോ നേതാവ്? ഇതെങ്ങാനും പിള്ളേരറിഞ്ഞ ഇളകുവേ. ഇവളൊരു പെണ്ണാണെന്ന് പോലും അവർ നോക്കൂല. അതെ, എനിക്കും പറയാനുള്ളൂ. ഞാൻ ആണാണെന്ന് പോലും നോക്കൂല. മോനെ ആശു, നിനക്ക് ഈ നിൽക്കുന്നവരെ ശരിക്കും അറിയാത്ത കൊണ്ടാ. ഞാൻ ബോയ്സിന്റെ നിയന്ത്രണാവകാശമല്ല ആരാധിക്ക് കൊടുത്തത്, ഗേൾസിന്റെ. പിന്നെ ആരാധിയില്ലെങ്കിൽ അദ്വികിനും, അദ്വികില്ലെങ്കിൽ ആരാധിക്കും കാര്യങ്ങളിലെല്ലാം നോക്കിയും കണ്ടും ചെയ്യാം. അതിനിവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായച്ചോ? അദ്വികിനൊന്നും പറയാനില്ലേ? തീരുമാനങ്ങളെല്ലാം കൊള്ളാം. എല്ലാ സമരത്തിലും കയറി ഒളിച്ചിരിക്കുന്നതല്ല നേതാവിന്റെ കടമ, കൂടെയുള്ളവരെ രക്ഷിക്കുന്നതാ. അത് അടി മേടിച്ചിട്ടാണെങ്കിലും അടി കൊടുത്തിട്ടാണെങ്കിലും. മനസ്സിലായോ? എങ്കിൽ പോട്ടെ അച്ചോ. നിക്ക്. അടുത്ത സമരം നിങ്ങളുടെ 2 പേരുടെയും നേതൃത്വത്തോടു കൂടി ആയിരിക്കണം. അതിനുള്ളിൽ SFIയിൽ ആവശ്യത്തിന് ഗേൾസിനെ ചേർക്കണം. അത് ആരാധ്യയുടെ ഉത്തരവാദിത്തമാ. നാളെ തന്നെ ഗേൾസിനെ എല്ലാം വിളിച്ചു കൂട്ടി ഇത് പറയണം. ഓക്കെ ഫാദർ. എങ്കിൽ നിങ്ങൾ ബോയ്സ് പോയിക്കോ. മോളെ ആര്യേ. മോനെ അച്ചോ. എന്തോ? നിനക്ക് പള്ളിയിലച്ഛനാകണമെന്ന് എന്റെ കാലിൽ വീണ് പറഞ്ഞപ്പോൾ മേലെ പറമ്പിൽ കൃഷ്ണൻ കുട്ടിയോട് എന്ന് വെച്ചാൽ നിന്റെ തന്തയോട്. നിന്റെ കൂടെ അടി. സോറി, നമ്മുടെ തന്തയോട് ഞാൻ പോയി കാല് പിടിച്ച് ചോദിച്ച് സമ്മതിപ്പിച്ച നിന്റെ ഈ ഫാദർ ഫ്രെഡി എന്ന പേര്, ആ ഒരു നന്ദിയെങ്കിലും നിനക്ക് എന്നോട് കാണിച്ചുകൂടായിരുന്നോടാ? മോളെ ആര്യേ, ഞാനിപ്പൊ നിന്റെ ചേട്ടൻ മാത്രമല്ല, ദൈവത്തിന്റെ ദൂതൻ കൂടിയാണ്. എടാ മാങ്ങാണ്ടി മോറ മരങ്ങാണ്ടി തലയാ. നീ ആരുവാന്നാ പറഞ്ഞേ? ദൈവദൂതനോ? ആ ദൈവം ഇതൊന്നും കേൾക്കണ്ട. നിന്നെ ഇപ്പോഴേ ഉടലോടെ കത്തിക്കും. മകളെ, മര്യാദയ്ക്ക് ആ സെന്റ് മേരീസിൽ കിടന്ന് സമരം വെച്ച് മുദ്രാവാക്യം വിളിച്ചും കുറച്ച് സമാധാനത്തോടു കൂടി കഴിഞ്ഞതാ ഞങ്ങൾ 3 പേരും. പിന്നെ എന്നാ തേങ്ങ ഒതുക്കാനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? സോറി, എല്ലാത്തിനും സോറി. ഞാൻ ഈ കോളേജിന് വേണ്ടിയാ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. ഈ കോളേജിന് വേണ്ടിയോ? മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞില്ലേ തല്ലാൻ പറഞ്ഞ കൊല്ലുന്ന കൂട്ടരായി കോളേജിലെന്ന്? അത് സത്യമാണ്. അത് ഞാൻ ആ ഒരു രീതിക്ക് പറഞ്ഞതാ എൻ്റെ അച്ചോ.
എങ്കിൽ ആ പറഞ്ഞത് ശരിയാ. ഇതിന്റെ അപ്പുറത്തെ കോളേജിലെ പിള്ളേർ മഹാപിശക. ഇവിടെ വന്ന് ഏതെങ്കിലും പെണ്ണിനോട് ചൊറിയും ഇവിടെയുള്ള ആൺകുട്ടികളെ ഇളക്കാൻ. പിന്നെ പറയണ്ടല്ലോ, SFI യൂണിയൻ എന്ന് പറയുന്നത് ചോരത്തിളപ്പുള്ളവർ എന്നല്ലേ അർത്ഥം. അതിനുശേഷം ഭർത്തമാർ ഈ കോളേജിലെ ആൺകുട്ടികൾ ശരിയല്ലെന്നും എടുത്തുചാട്ടക്കാരാണെന്നും മുദ്ര കുത്തും. അതില്ലാണ്ടാക്കാനാ നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. ഇവിടുത്തെ ബോയ്സിന് ഈ കാര്യത്തിന് പ്രശ്നമുണ്ടാക്കരുത്. നിങ്ങൾ വേണം ആ കാര്യത്തിൽ തീർപ്പ് വരുത്താൻ. അപ്പൊ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ തല്ലുണ്ടാക്കാമെന്നാണോ? മായ, നിന്നെ ഒരുത്തൻ വേണ്ടാത്തടുത്ത് പിടിച്ചാൽ നീ എന്ത് ചെയ്യും? പിടിച്ചവന്റെ കൈ ഞാനങ്ങ് വെട്ടും. പക്ഷെ ഇവിടെയുള്ള ഗേൾസിന് ആ ധൈര്യമില്ല. അത് നിങ്ങൾ വേണം ഉണ്ടാക്കിയെടുക്കാൻ. അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ ആര്യ ഫൈറ്റിന് കയറി അറിയാലോ, ജീവൻ ഭിക്ഷ യാചിക്കേണ്ടി വരും വരുന്നവർക്ക്. അതാണ് എനിക്കും വേണ്ടേ. അപ്പൊ പൊന്നുമോനെ അറിഞ്ഞുകൊണ്ട് കളത്തിൽ ഇറക്കിയതാണെന്ന് സാരം. എന്തായാലും ഇനി അവർ ഒന്ന് വരട്ടെ. പിന്നെ അവർ ഈ കോമ്പൗണ്ടിന്റെ അകത്ത് കാല് കുത്തുകയില്ല. ഇത് ഞങ്ങൾ തരുന്ന വാക്കാ. ദാറ്റ്സ് മൈ ഗേൾസ്. എങ്കിൽ കോളേജൊക്കെ പോയൊന്ന് കാണും. ഓക്കെ ഫാദറേ. ദീദി, ഇപ്പോഴാ സമാധാനമായ. പ്ലീസ് സൈലൻസ്. ഞങ്ങൾ നിങ്ങളെ ഇവിടെ വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. SFI യൂണിയൻ അതിനി ബോയ്സിന് മാത്രമുള്ളതല്ല, ഗേൾസിന് കൂടി ഉള്ളതാണ്. അതിൽ ചേരാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഈ പേപ്പറിൽ പേരെഴുതി തരേണ്ടതാണ്. ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ളവർ മാത്രം പേര് തന്നാൽ മതി. ഞങ്ങൾ ആരും നിങ്ങളെ പോലെ വേല് ചാടികളല്ല. വാട്ട്സ് യുവർ നെയിം? അമൃത. മോളെ അമൃതേ, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? സഖാവുക എന്നത് ബോയ്സിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? അല്ലായിരിക്കും. പക്ഷേ നല്ല തറവാട്ടിൽ ജനിച്ച ആരും ഈ ചുമലക്കൊടിയും പൊക്കി ഇതിന്റെ പുറകെ നടക്കുകയല്ല. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ആരും അപ്പം SFI ജോയിൻ ചെയ്യുന്നില്ല, റൈറ്റ്? സഖാവെ, ഞങ്ങൾ ജോയിൻ ചെയ്യും. ഞങ്ങളുണ്ട് ഇനി മുതൽ SFI. അതാണ് മോളെ അമൃതേ, നീ നീലിച്ചാടി ആയതുകൊണ്ടും തറവാട്ടിൽ പിറന്ന അല്ലാത്തത് കൊണ്ടുമാണ് ഈ പറഞ്ഞതൊക്കെ എന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചോളാം. ഇതിനുള്ളത് ഞാൻ നിനക്കിട്ടൊക്കെ തരുവടി. ഞാൻ പ്രതീക്ഷിച്ചിരിക്കാം. സഖാക്കളുടെ പേരെന്താ? ഞാൻ അഭിരാമി. ഞാൻ അമയ. ഞാൻ ആരാധ്യ. സഖാവ് ആരാധ്യയാണോ പ്രശസ്ത നോവലിസ്റ്റ് ആര്യ? അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇന്നും നിനക്കായി എന്ന നോവലിന്റെ ഭാഗമായി ഒരു റേഡിയോ ഫിലിമിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആര്യ. സെയിം വോയിസ് ആ സഖാവിൻ്റെത്, അതുകൊണ്ട് ചോദിച്ചതാ. അതിനൊറ്റ ഫ്രെയിമിലല്ലേ ആ വോയിസ് വന്നിട്ടുള്ളൂ. സഖാവേ, ഇന്ന് നിനക്കായി എന്ന നോവൽ ഒരിക്കലെങ്കിലും വായിച്ച് അതിലെ നായകന്റെ കാത്തിരിപ്പ് കണ്ട് കരഞ്ഞാൽ അതെഴുതിയ വ്യക്തിയുടെ ശബ്ദം ഒരിക്കൽ കേട്ടാലും മതി. ചിലപ്പോൾ സഖാവിന്റെ ശബ്ദവും നോവലിന്റെ ശബ്ദവുമായി നല്ല മാച്ചായതുകൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കും. ഐ എം റിയലി സോറി സഖാവേ. ഹേയ്, അത് സാരമില്ല. നിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. നോവലിസ്റ്റ് ആര്യയെ കുറിച്ചുള്ള ആ കുട്ടിയുടെ വിശദീകരണം പുളകം കൊള്ളിക്കുന്നതായിരുന്നു അല്ലേ സഖാവേ? കളിയാക്കിയത് മതി. ഞാനറിഞ്ഞു ഒറ്റ ഇന്റർവ്യൂവിൽ, അതും ഫേസ് കാണിക്കേണ്ട പറഞ്ഞതുകൊണ്ട് മാത്രം കൊടുത്ത ഇന്റർവ്യൂ വോയിസ് ഇത്ര മാത്രം ആഴത്തിൽ പതിപ്പിച്ച് വെച്ചേക്കോ ആരാധകരെന്ന്, സോറി വായനക്കാരെന്ന്. എന്തായാലും ഇപ്പോൾ അറിഞ്ഞില്ലേ, ലക്ഷക്കണക്കിന് ആരാധകരുള്ള നോവലിസ്റ്റ് തലം വഴി തല്ലുണ്ടാക്കി നടക്കുവാണെന്ന് വായനക്കാർ അറിഞ്ഞാൽ പിന്നെ തീർന്നു. നേതാവും കാറ്റിൽ പറക്കും, നോവലിസ്റ്റും കാറ്റിൽ പറക്കും. കളിയാക്കിയത് മതി എന്ന് പറഞ്ഞു കേട്ടോ. ഉവ്വ് നേതാവേ. ദേ സഖാവ് ആശ്രയി വരുന്നു. നിങ്ങൾ ക്ലാസ്സിലോട്ട് പോയിക്കോ, ഞാൻ ഇപ്പൊ വരാം. ഇളക്കം എങ്ങോട്ടാണെന്ന് മനസ്സിലായി. നടക്കട്ടെ നടക്കട്ടെ. ഹേയ് സഖാവേ. സഖാവ് അഭിരാമി എന്നാണാവോ എന്റെ അടുത്തോട്ട് സഖാവിന്റെ പേര് ചോദിക്കാം. എന്തിന്? ഞാൻ പറയൂല. പോട്ടെ പോട്ടെ, നിൽക്കുമ്പോ തലയിൽ കയറുന്നോ? ആര്? ഞാനോ? അല്ലാണ്ട് ഞാനോ? ഒരു പേരല്ലേ ഞാൻ തന്നോട് ചോദിച്ചേ, അല്ലാണ്ട് നിന്റെ ജാതകമൊന്നും അല്ലല്ലോ. മര്യാദയ്ക്ക് സഖാവ് പേര് പറഞ്ഞിട്ട് പോയാ മതി.
കൂൾ ഡൗൺ. എന്റെ പേരറിഞ്ഞാൽ പോരെ? മൈ നെയിം ഈസ് ആശ്രയ്. ഈ ആശ്രയ എന്നുള്ള പേര് പറയുന്നതിനാണോ ഇത്ര വലിയ ബിൽഡപ്പ്? എന്തായാലും എന്റെ ഉദ്ദേശം പേരറിയുകയായിരുന്നു. അത് നിറവേറി. അപ്പൊ കോട്ടെ സഖാവ് ആശ്രയ്. ഇതാണോ ഫാദർ പറഞ്ഞ കൊടുക്കേണ്ട ജീവനാണെങ്കിലും കൊടുത്തു രക്ഷിക്കുന്ന സഖാവ് അഭിരാമി? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എടാ, അച്ഛൻ ഫുട്ബോളിന്റെ ഭാഗമായിട്ട് 1 വീക്ക് മാറുക. സോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയിൽ അപ്പുറത്തെ കോളേജുകാർ കോമ്പൗണ്ടിൽ കയറി ആദ്യം ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞു. അതൊക്കെ സെറ്റാക്കാം. അമൃത, നീ പറഞ്ഞ ഐറ്റങ്ങൾ അവിടെ ധൃതി വെക്കാതെ കാണിച്ചു തരാം. നീ പറഞ്ഞ് മോചിപ്പിച്ചത് കൊണ്ടല്ലേ? കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യ. ദേ ആ വരുന്നതാണ് അമയ. ദേ അപ്പുറത്ത് വരുന്നതാണ് അഭിരാമി. അങ്ങേയറ്റത്തേതാണ് ആരാധ്യ. ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ഐറ്റങ്ങൾ. ശരി മോളെ, നീ പറഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ കൂടുതൽ പ്രതീക്ഷ വെച്ചില്ല. പക്ഷേ ഇതെന്തുവാടി അപ്സരസുകളോ? ആണെന്ന് കൂട്ടിക്കോ. ഞാൻ പണി തരുമെന്ന് പറഞ്ഞതല്ലേ സഖാവേ. സഖാക്കളെ, അപ്പുറത്തെ കോളേജിലാവുമ്പോൾ നമ്മുടെ കോളേജിൽ കയറി. ഇന്ന് ആരാ അവരുടെ പുതിയ പെൺസഖാക്കൾ? എടാ അദ്രി, ഈ ഫുട്ബോൾ നോക്കിക്കോ. ഇത് ഞങ്ങൾ നോക്കുക. വേണ്ട, ഞാനും വരുക. പുതിയ പെൺസഖാക്കളാണല്ലേ? ആണെങ്കിൽ ഞങ്ങൾക്കൊന്ന് മുട്ടി നോക്കണം. ഏതാണ് ചേർക്കാനീ? കേട്ടോടാ, പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു വായേ. വീട്ടിൽ വല്ല മിറ്റോ അടിച്ച് തുണി അലയ്ക്ക് നടക്കണ്ടോന്നൊക്കെ പാർട്ടി പ്രസ്ഥാനം. നിന്നേക്ക് ആരടി ഇങ്ങനെ കയറൂരി വിടുന്നത്? എന്തായാലും നിന്റെ തന്തയും തള്ളയുമല്ല, അതറിഞ്ഞത് പോരെ. എടാ മോനെ, ഞാൻ ഒന്നാമത് ക്ഷമിക്കും, രണ്ടാമത് പറയും, അതിനുശേഷം ആ ആക്ഷനിലേക്ക് കടക്കാറ്. സോ ക്ഷമ കഴിഞ്ഞു. ഇനി പറച്ചില്ല. നിനക്ക് കിട്ടി 2 പിള്ളേരെ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പോയിക്കോണം. ഇനി മേലിൽ ഈ കോളേജിന്റെ കോമ്പൗണ്ടിൽ കയറി പോകരുത്. മോളെ ആരാധ്യേ, ഈ കോളേജിൽ ആൺ സഹാക്കൾ പറഞ്ഞിട്ടും തല്ലിയിട്ടും കേൾക്കാത്ത ഞങ്ങള് നിങ്ങൾ പെൺ സഹാക്കളുടെ വാക്ക് കേട്ട് പേടിക്കുന്നു തോന്നുന്നുണ്ടോ? ഇപ്പൊ നീ പറഞ്ഞ ഡയലോഗ് ഓർമ്മയിൽ വെച്ചോ, ഇനി മാറ്റി പറയരുത്. എന്തിനാ എന്റെ അമ്മയെ കൊച്ചെ പാവങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? വെറുതെ ഈ കോളേജ് നാറ്റിക്കാനായിട്ട്. നിന്നെ കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യിക്കും കേട്ടോ. അയ്യോ, ഞാൻ പറിച്ചു നിർത്തി. അത്ര വലിയ പുള്ളിയാണ്. എങ്കിലും കാണണമല്ലോ. Your time start now. ആദ്യത്തെ 2 ചാൻസ് നീ വേസ്റ്റ്. സോ മൈ ആക്ഷൻ ടൈം. ലെറ്റ്സ് സ്റ്റാർട്ട്. എടാ അത്രി, എന്താടാ വന്ന എയറിൽ പറക്കുന്നേ? പറക്കുന്നതല്ലടാ, സഖാവ് ആരാധ്യ എയറിൽ പറത്തുന്നതാ. സഖാവ് ആര്യ മാത്രല്ലടാ, ബാക്കി 2 സഖാക്കളും ഒണ്ടാ കൂടത്തിൽ. വെറുതെ അല്ല ഫാദർ ഇവരെ ഇങ്ങോട്ട് വരുത്തിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മേടിക്കാനല്ല സഖാവ് ആരാധിക്കറിയാവുന്ന, കൊടുക്കാനാണ്. എല്ലാത്തിനും സോറി. ഇനി ഞങ്ങൾ ഈ കോമ്പൗണ്ടിൽ കാല് കുത്തില്ല. അതിന് കുത്താൻ കാല് വേണ്ടേ? നിർത്ത. സോറി എന്ന വാക്ക് മനസ്സുകൊണ്ടാ അവർ ഇപ്പോൾ പറഞ്ഞത്. സോ വെറുതെ വിട്ടേക്കവരെ. ബട്ട് അച്ചോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിന്റെ ലാസ്റ്റ് വാർണിംഗ് അടപ്പന്നി. ഞാൻ ആരെയും ഇങ്ങനെ 2 കാലിൽ വെറുതെ വിട്ടിട്ടില്ല. ഇത് അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്ര. ഇനി നീ ഒരിക്കൽ കൂടി എന്റെ മുമ്പിൽ വന്ന് പെട്ടാൽ പിന്നെ നിന്നെ അടിക്കുന്നിടത്ത് നിന്നും പഠിച്ചെടുത്തോണ്ട് പോകേണ്ടി വരും കൂടെയുള്ളവർക്ക്. കേട്ടോളാം. You 3 girls are come to my office. അവരുടെ കാര്യത്തിൽ തീരുമാനമായി. അടാ അദ്രി, സഖാവ് ആരാ നിന്നെ നോക്കുന്നുണ്ട്.
അലമാര